രാവിലെ എണീച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. രാവിലെ 9:15 ട്രെയിന്. തിരിച്ചു പോകണം. ഇവിടെ ചുമ്മാ ടെറസ് കയറിയുന്നതാ. ചേച്ചി പറഞ്ഞു നീ വന്നിട്ട് ടെറസ് കയറിയില്ലല്ലോ, ടെറസ് കയറി നോക്കുന്നത്. ഇതാണ് ഇവിടെ ടെറസിലെ വ്യൂ. അവിടെ എന്തോ കാണാം. കരച്ചിലോ മറിയല്ലോ. വേറൊരു മുത്തശ്ശീലോ അതിൽ കൂടെ പോകുന്നു. ഹലോ പറ. ഹായ് പറഞ്ഞു നോക്ക്. ചിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇരിക്കണം. ഇതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇവിടെ നിന്നാണ് ട്രെയിൻ കയറാൻ പോണത്. പോയി നോക്കട്ടെ. എനിക്കിനി ആവശ്യത്തിന് സമയമുണ്ട്. 9:15 ട്രെയിന്. ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണിച്ചു തരാം. നമുക്ക് ട്രെയിനിൽ കയറണയൊക്കെ കാണിക്കാം. ഓക്കെ. ഇവിടെ ഏതോ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഇതെൻ്റെ ട്രെയിനൊന്നുമല്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്നുണ്ടോ? തുടയ്ക്കുന്നതാണ്. മോപ്പിംഗ് മെഷീനാണ്. കൊള്ളാം. ക്ലീൻ റെയിൽവേ സ്റ്റേഷൻ. വലിയ റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, എൻ്റെ വണ്ടി നേത്രാവതി എക്സ്പ്രസ്. അപ്പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞ ആ ചേച്ചി. ഞാൻ ആപ്പിൽ നോക്കി പ്ലാറ്റ്ഫോം 4 എന്ന് പറഞ്ഞ് വന്നപ്പോൾ പ്ലാറ്റ്ഫോം 3-ലായിരുന്നു. അവിടെ ആ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഡൗട്ട് അടിച്ച് ഇവിടെ വന്ന് നോക്കി. ഇത് തിരുവനന്തപുരം ലോകമാന്യ തിലക്. ഇതാണ് നേത്രാവതി എക്സ്പ്രസ്. നല്ല റെഡ് ട്രെയിന്. എൻ്റെ 3rd AC കോച്ചാണ്. പോയി നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് 3rd AC യാത്ര ചെയ്യുന്നത്. ഞാൻ ജനറലിലും സ്ലീപ്പറിലും മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പ്ലാറ്റ്ഫോം 3-ൽ പോയിട്ട് കയറാം ഗൈസ്. എൻ്റെ B2 കോച്ച് എവിടെയാണെന്ന് നോക്കാം. എനിക്ക് എവിടെയാണെന്ന് അറിഞ്ഞു. ബോർഡൊക്കെ കണ്ടു. ഇങ്ങോട്ടാവില്ല, അങ്ങോട്ടാവും. 15 എന്നാണ് കാണിച്ചത്. 3 അപ്പുറ സൈഡിലാണ് കാണിക്കുന്നത്. 21. അപ്പോൾ അങ്ങോട്ട് ബേക്കോട്ട് അങ്ങൊരു 17 കാണുന്നുണ്ട്. കുറേ ദൂരം. അങ്ങോട്ട് പോയി നോക്കാം. 15 അല്ല. ഇത് AC 2 ടയർ. അപ്പോൾ 3rd AC എന്ന് പറയുന്നത് 3 ടയറാണോ? എങ്ങനെയാണ് എനിക്ക് വലിയ പിടിയില്ല. നമ്മൾ വയനാട്ടുകാർക്ക് ഇങ്ങനെ ട്രെയിന് കയറി പരിചയമില്ലല്ലോ. തൊടി കയറണവരുണ്ട്. ഞാൻ വയനാട്ടിൽ നിന്ന് അധികം പുറത്ത് പോകാറില്ല ട്രെയിനിൽ. അപ്പോൾ അങ്ങോട്ട് കാണാം. 17, 16, 15. അപ്പോൾ 15-ലായിരിക്കും എൻ്റെ കോച്ച് കിടക്കണേ. B2 കോച്ച്. അതന്നെ കറക്റ്റായിരിക്കും. ഇവിടെ ഇപ്പോൾ B4 ഉണ്ട്. ഇതാ ഗൈസ് 15 ഇതിനകത്തുണ്ടാവും. അത് B1. അപ്പോൾ ഇതാണ് എൻ്റെ B2. കറക്റ്റ് 15-ലാണ് നിൽക്കണം. ഞാൻ ഒന്നും കൂടെ നമ്പർ നോക്കട്ടെ. എൻ്റെ B2 59 ഇവിടെ വരും. അപ്പർ ബർത്താണ്. ഇതിൻ്റെ അകത്ത് കയറി നോക്കാം.
ഇവിടെ ഇരിക്കുന്ന ചേട്ടനോട് ചോദിച്ച് ഇതിൻ്റെ മുകളിലാണ് കിടക്കേണ്ടത്, അപ്പർ. ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കാൻ പറ്റുമല്ലോ എന്ന്, ഇങ്ങനെ 3 പേർക്ക് പകലായതുകൊണ്ട് ഇരുന്ന് പോകാൻ പറ്റുമായിരിക്കും. അപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ കയറി നോക്കണ്ടേ, മുകളിൽ കയറി നോക്കാം. ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്. തേർഡേസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതുപോലെ രസമുണ്ട്. പില്ലോയും ബ്ലാങ്കറ്റൊക്കെ തരുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ട്രെയിനിലിരുന്നിട്ട് ഇവിടെ കിടന്നിരുന്ന് ചേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ച് ഭയങ്കര കമ്പനിയൊക്കെ ആയി, ഫോളോയൊക്കെ ചെയ്ത്. രാജസ്ഥാനിൽ നിന്ന് വന്ന ചേട്ടനാണ്. ഇപ്പോൾ രാമേശ്വരത്തോ അവിടെയൊക്കെ കറങ്ങാൻ പോവാണ്. വേറൊരു കാര്യം മനസ്സിലാക്കി, ചേട്ടൻ വയനാട്ടിലാണ് പഠിക്കുന്നത്, വിംസിൽ MBBS പഠിക്കുക. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, വ്ളോഗൊക്കെ ചെയ്യും, अच्छे കരോ, ട്രെയിൻ മേ ഘൂമത്തെ വീഡിയോ എടുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് ട്രെയിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, കാണിച്ചു തരാം നിങ്ങൾക്ക്. ട്രെയിന് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ജനറലിലും മറ്റേതിലും ഒക്കെ ജനറലിലും സ്ലീപ്പറിലും മാത്രം യാത്ര ചെയ്തിട്ട് ഇതിനകത്ത് യാത്ര ചെയ്തപ്പോൾ നല്ല സുഖമുണ്ട്. നമുക്ക് AC ഉണ്ട്, അത് നല്ല സുഖം. ഇങ്ങോട്ട് വന്നപ്പോൾ കോഴിക്കോട് നിന്നിട്ട് ജനശതാബ്ദിയിലാണ് വന്നത്. അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജനശതാബ്ദിയിൽ വന്നപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. AC അല്ല, ജനറലാണ്. അതിന് പിന്നെ ഇരുന്ന് പോകാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൊള്ളാം. നമുക്ക് പില്ലോ ഉണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്. ആ ബ്രോനെ കാണിക്കണില്ല. ബ്രോ പറഞ്ഞു വീഡിയോ വരാൻ ഷൈയാണ്, കാണിക്കണമെന്ന്. ഇനി അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇവിടെ പോകണം, അവിടെ പോകണം. എന്തൊക്കെയോ ഫുഡോ ചായ എന്തൊക്കെയോ കൊണ്ടുവരണം. കൂടെ ഇങ്ങോട്ട് പോകാം. വീട്ടിന് വരുമ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞു, ഡോറിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കരുത്, ഡോറൊക്കെ ക്ലോസ് ചെയ്തേക്കാം. എന്തിനാ ഇങ്ങനെ തുറന്നിട്ടേക്കണേ? ഇങ്ങനെ നടക്കാം. അതിൻ്റെ ഒച്ചപ്പാടോ കേൾക്കുന്നുണ്ടോ അറിയില്ല, ഭയങ്കര ഒച്ചപ്പാട്. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും ഇങ്ങനെ സംസാരിക്കുമ്പോൾ, കാരണം എൻ്റെ വോയിസ് ഇങ്ങനെ ഡയറക്റ്റ് വരുമല്ലേ, ഇപ്പോൾ കേൾക്കും. നമ്മൾ ഇന്നലെ യൂസ് ചെയ്ത പോലത്തെ ഒരു മൈക്കൊക്കെ മേടിച്ചിട്ട് അടുത്ത വ്ളോഗ് ചെയ്യാം. ഈ വ്ളോഗിന് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ചും കൂടെ കൂടുവാണെങ്കിൽ. ഇപ്പോൾ 75 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ വ്ളോഗ് ഇട്ടതിന് ശേഷം, ഈ വ്ളോഗല്ല 2-3 വ്ളോഗ് വരുമല്ലോ, ഇതിന് ശേഷം ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വ്ളോഗ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ചെയ്യണില്ല. 100 സബ്സ്ക്രൈബേഴ്സ് ആയില്ലെങ്കിൽ ചെയ്യണില്ല. ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. നല്ല കണ്ടന്റ് ഇടുന്നതായിരിക്കും ഇങ്ങനെ. ഇതും തേർഡ് AC തന്നെ ആണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്, അതുകൊണ്ട് നല്ല ക്ലീനാണ്. ഇവിടുന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഡോറൊക്കെ ക്ലോസ് ആണ്. എല്ലായിടത്തും കണ്ണാടിയിലൊക്കെ ഇങ്ങനെ പോവാം.
അതിലൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല, പുഷൊന്നും ഫുള്ളൊന്നും എഴുതി വെച്ചിട്ടുണ്ടോ ഇനി? ഞാൻ കണ്ടില്ല ചേട്ടാ. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തുറക്കാൻ തോന്നുന്നു. ഇത് അടുത്ത AC ആണെന്ന് തോന്നല്ലോ. ഇതെങ്ങനെയാ? മെയിൻ AC ആണെന്ന് തോന്നുന്നു. ഇത് സൂപ്പർ കോച്ച്, കർട്ടനൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ്. ആളില്ലാത്തൊരു സംഭവം എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ ആളങ്ങില്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇതെന്ത് കോച്ചാന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല, പക്ഷെ ഇത് കുറച്ചും കൂടെ പ്രീമിയം കോച്ചാണ്. നമ്മളത് തേർഡ് AC, ഇത് അല്ലാത്ത AC ആയിരിക്കും. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? അല്ല, ഇത് കർട്ടൻ ഇട്ട് വെച്ചതാണ്. നമ്മുടെ ഇത്രയും കർട്ടൻ ഒന്നുമില്ലല്ലോ. എന്തായാലും ബ്ലാങ്കറ്റും പില്ലോയൊക്കെ അതുപോലെ തന്നെ, പക്ഷേ കൊള്ളാം. കർട്ടനൊക്കെ ഇട്ട് വെച്ചിട്ട് വെളിച്ച് ഇരുട്ടെന്ന് വെച്ചാൽ പ്രൈവസി ആണല്ലോ, പ്രൈവസിക്കാണല്ലോ വില. കൊള്ളാം. ഈ ട്രെയിനിലെ സ്റ്റാഫൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇവർ ഭയങ്കര പണിയെടുക്കുന്നുണ്ട്. എല്ലാം ക്ലീൻ ചെയ്യണു, ബ്ലാങ്കറ്റും ഇതൊക്കെ കൊണ്ടുപോയിടണം. എല്ലാ ട്രെയിനിലും തേർഡ് AC-ലും ഇതിലൊക്കെ ഇങ്ങനെയായിരിക്കും. നമ്മുടെ പോണ സ്ലീപ്പറിലും ജനറലിലാണ് മോശമായിട്ടുണ്ടാവുക. എന്തായാലും ഈ ട്രെയിന് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. നേത്രാവതി എക്സ്പ്രസ് ഞാൻ യൂട്യൂബിലൊക്കെ ജസ്റ്റ് നോക്കിയായിരുന്നു നേത്രാവതി എങ്ങനെയാണ്. ഇതെല്ലാം നല്ല റേറ്റിംഗ്. ഞാൻ ഇപ്പം അങ്ങോട്ട് പോയപ്പോൾ TTR കണ്ടു. അപ്പോൾ ടിക്കറ്റൊക്കെ ചോദിച്ചു, ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞ ഒരു സ്ത്രീയാണ് കേട്ടോ TTR. അപ്പോൾ അങ്ങോട്ട് നടന്നു, തിരിച്ച് നടന്നു. അവിടെ വേറെ TTR ആണ്. അവിടെ പോയി കാണിക്കാൻ പറഞ്ഞു. ജസ്റ്റ് കാണിച്ചിട്ട് നടന്നെന്ന് പറഞ്ഞു. നടക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നടക്കാം. ഞാൻ നേരത്തെ നടന്ന ഡയറക്ഷനിലല്ല, തിരിച്ച് നടക്കണം. വീണ്ടും എൻ്റെ സീറ്റിൽ തന്നെ തിരിച്ചെത്തി. ഇങ്ങനെ അടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഫ്രെയിം ഇത്ര ഉണ്ടാവുള്ളൂ, എൻ്റെ മുഖം കാണുള്ളൂ. ദൂരെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രെയിമായിരിക്കും, പക്ഷേ ഒച്ച കേൾക്കില്ലെന്ന് വെച്ചിട്ടാണ് അടുത്ത് പിടിച്ച് സംസാരിക്കുന്നത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഹരിനാരായണൻ എന്താണ് പേര്? സുഹൃത്തുക്കളെ ഇങ്ങനെ ട്രെയിനിൽ പരിചയപ്പെട്ട് എനിക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. എൻ്റെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണം. ബീച്ചിലേക്ക് കറക്റ്റ് സൺസെറ്റ് ടൈമിൽ കോഴിക്കോട് എത്തിയുണ്ട്. ജസ്റ്റ് ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ബൈ.